LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മളിന്ന് മലയാളമാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം. കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം. ഓപ്ഷൻസ്: ഹോക്കി, ചതുരംഗം, കിളിത്തട്ട്, പകിട. ഉത്തരം ചതുരംഗം. ദുഃഖം എന്നർത്ഥം വരുന്ന പദം. ദുഃഖം എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻസ്: പായനി, വയസ്സ്, അല്ലൽ, ആമോദം. ഉത്തരം അല്ലൽ. പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവി. പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവി. ഓപ്ഷൻസ്: ചെറുശ്ശേരി, ഒളപ്പമണ്ണ, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഉത്തരം ഒളപ്പമണ്ണ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: ധീനൻ, തീനൻ, ദീനൻ, ധീനൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ദീനൻ. ശ്രീകൃഷ്ണൻ്റെ അമ്മയുടെ പേര്. ശ്രീകൃഷ്ണൻ്റെ അമ്മയുടെ പേര്. ഓപ്ഷൻസ്: യശോദ, പാർവതി, കുന്തി, പാഞ്ചാലി. ഉത്തരം യശോദ. കാട് എന്നർത്ഥം വരുന്ന മറ്റൊരു പദം. കാട് എന്നർത്ഥം വരുന്ന മറ്റൊരു പദം. ഓപ്ഷൻസ്: വാനം, മാനം, തണൽ, കാനനം. ഉത്തരം കാനനം. വനം എന്ന അർത്ഥം വരാത്ത പദം. വനം എന്ന അർത്ഥം വരാത്ത പദം. ഓപ്ഷൻസ്: കാട്, വിപിനം, കേളി, കാനനം. ഉത്തരം കേളി. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെ പ്രതിപാദിച്ചിരിക്കുന്ന കൃതി. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെ പ്രതിപാദിച്ചിരിക്കുന്ന കൃതി. ഓപ്ഷൻസ്: കൃഷ്ണഗാഥ, മഹാഭാരതം, രാമായണം, ചിരാമചരിതം. ഉത്തരം കൃഷ്ണഗാഥ. ഉദയവർമ്മ മഹാരാജാവുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന കവി. ഉദയവർമ്മ മഹാരാജാവുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന കവി. ഓപ്ഷൻസ്: എഴുത്തച്ഛൻ, പൂന്താനം, ചെറുശ്ശേരി, രാമപുരത്ത് വാര്യർ. ഉത്തരം ചെറുശ്ശേരി. ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? ഓപ്ഷൻസ്: വള്ളത്തോൾ, ആശാൻ, ചെറുശ്ശേരി, ഉള്ളൂർ. ഉത്തരം ചെറുശ്ശേരി.